എൻ്റെ പ്രിയ ദൈവ മക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു പ്രഖ്യാപനം ശ്രവിക്കാം. ആവർത്തനം 7:9. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. ഇസ്രയേല്യർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് മോശ അവരെ അഭിസംബോധന ചെയ്തതിൻ്റെ ഭാഗമാണ് ഈ വാക്യം. ഈ അധ്യായത്തിൽ ദൈവം അവരുടെ പൂർവികരുമായി ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് മോശ അവരെ ഓർമ്മിപ്പിക്കുകയും അവർ ദേശത്ത് സ്ഥിരതാമസം ആകുമ്പോൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആ ജനതകൾ വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്നതിനാൽ ദേശത്തെ പ്രജാതീയ ജനതകളാൽ വഴിതെറ്റിക്കപ്പെടരുതെന്ന് അവൻ അവരെ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയാണ് ദൈവം എന്നറിയുക എന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. ദൈവം ആരാണെന്ന് മോശ ഇസ്രായേല്യരെ ഓർമ്മിപ്പിക്കുന്നു. അവൻ വെറുമൊരു ദൈവമല്ല, അവൻ ദൈവമാണ്, ഏക സത്യവും ജീവനുള്ളതുമായ ദൈവം. അവൻ വിശ്വസ്തനായ ദൈവം. ദൈവത്തിൻ്റെ അചഞ്ചലമായ വിശ്വസ്തത വെളിപ്പെടുത്തുന്നു. ഇസ്രയേല്യർ പരാജയപ്പെടുമ്പോൾ പോലും ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി തുടരും. അവൻ്റെ വിശ്വസ്തത അവരുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നില്ല. 1000 തലമുറകളോളം അവൻ്റെ സ്നേഹ ഉടമ്പടി ഒരു താൽക്കാലികമോ ഹ്രസ്വകാല കരാറോ അല്ലെന്ന് ഊന്നിപ്പറയുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ അവൻ്റെ വാഗ്ദാനങ്ങൾ തലമുറകളിലുടനീളം നിലനിൽക്കുന്നു. തന്നോട് വിശ്വസ്തരായി തുടരുന്ന ഭാവി തലമുറകൾക്ക് പ്രത്യാശ നൽകുന്നു. അവനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് എന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അവനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകമായി വ്യാപിക്കപ്പെടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം പ്രവൃത്തിയിലൂടെയാണ് പ്രകടമാകുന്നത്. അവൻ്റെ കൽപ്പനകളോടുള്ള അനുസരണം. ദൈവത്തോടുള്ള സ്നേഹം വിശ്വസ്തതയിലൂടെയും അനുസരണത്തിലൂടെയും കാണിക്കണം. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം തിരിച്ചറിയുകയും അവൻ്റെ വഴികളിൽ നടക്കുന്ന എല്ലാ തലമുറകളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹം വ്യാപിക്കുമെന്ന് അറിയുന്നതിൽ ആശ്വാസം കണ്ടെത്തുകയും വേണം. ദൈവത്തിൻ്റെ സ്നേഹം ഉടമ്പടി അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് ആത്യന്തികമായി ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അവൻ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരുമായി ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്നു. അവനോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത്, അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ. ഇന്ന് നാം ജീവിക്കുന്ന നീതി ഭാവി തലമുറകളിൽ നിലനിൽക്കുന്ന ഫലങ്ങൾ ഉളവാക്കും. സ്നേഹപിതാവേ, ദൈവസ്നേഹത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ചിന്തിക്കാനും അവൻ്റെ വിശ്വസ്തതയെ ബഹുമാനിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ തുടർന്നുള്ള തലമുറകൾക്ക് വേണ്ടിയും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.